ഹലോ. ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കാത്തിരിക്കുകയാണ് മാഡം. വണ്ടി വഴിയിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടില്ലേ? ഉണ്ട് മാഡം. ലക്ഷ്യം മറക്കരുത്. യതീന്ദ്രൻ, ഞാൻ അയച്ച ഫോട്ടോ കിട്ടിയില്ലേ? ഉവ്വ് മാഡം. തൽക്കാലം നിങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ആരും ആ കൂട്ടത്തിലില്ല. ഞാനും ഏട്ടനും ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. യതീന്ദ്രനെ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം. മാഡം ധൈര്യമായിട്ട് അമ്പലത്തിലേക്ക് വയ്ക്കോ. നടയിൽ തൊഴുതു നിൽക്കുമ്പോൾ അയാൾ അവസാനിച്ചു എന്നുള്ള ന്യൂസ് മാഡത്തിന് കിട്ടിയിരിക്കും. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച കരാറിന്റെ ഇരട്ടിയായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. പക്ഷെ തോറ്റു മടങ്ങിയാലേ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. ഞങ്ങൾക്കറിയാം മാഡം. സുദർശനന്റെ കുടുംബത്തിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അത് പണത്തിന്റെ ഇടപാട് മാത്രമല്ല, സുദർശനന്റെ കണക്ക് ഞങ്ങൾ തീർത്തോളാം. എന്നാ ശരി, എന്നാ നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിച്ചു. എടോ, സ്വപ്നം കണ്ടാണോ താൻ നടക്കുന്നത്? ഞാൻ ശരിക്കും സ്വപ്നം കണ്ടു സർ. എടോ, അതിന് താൻ ഉണർന്നില്ലേ? അല്ല, സ്വപ്നം എന്ന് പറഞ്ഞ വല്ലാത്തൊരു ചിന്ത. എന്താ സംഭവം? അത് സാർ അവരിവിടുന്ന് പോയില്ലേ, അപ്പൊ തുടങ്ങിയതാ എന്തോ ഒരു ടെൻഷൻ. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ സാർ. അവര് പോയപ്പോ മുതല് ആ മറ്റേ സ്ത്രീയില്ലേ, ഗംഗ, അവരുടെ മുഖം മനസ്സിൽ വരിക. യതീന്ദ്രൻ സാറിനും പത്മ മാഡത്തിനൊക്കെ എന്തോ ആപത്ത് വരുന്നുണ്ടെന്ന് തോന്നുക. എടോ, അതിപ്പോ താനായാലും നമ്മുടെ നാട്ടിലുള്ള വേറെ ഏതൊരു പെണ്ണായാലും വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചോദ്യം. താൻ ചില അമ്മമാരെ കണ്ടിട്ടില്ലേ? പിള്ളേര് നടന്നു പോയാൽ അവർ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാണോ എന്നുള്ള ടെൻഷൻ. പിള്ളേര് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ. അവർ ടൂറ് പോയാൽ അവർ നേരെ ചൊവ്വേ നടക്കുമോ എന്നുള്ള ടെൻഷൻ. അതുകൊണ്ട് അതങ്ങ് വിട്ടേക്ക്. എടോ, നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങിയാൽ അയാൾക്കൊന്നും വരില്ല, അയാൾ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നോളൂന്ന് ധൈര്യത്തോടെ അങ്ങിരിക്കണം. ഓക്കേ? അതല്ല സാർ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എന്റെ മനസ്സിങ്ങനെ പറയില്ല. ഞാനേ താന്നിയൊരമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു, അപ്പോഴും അതേ ടെൻഷൻ മാറുന്നില്ല. സാർ, സാറൊന്ന് അങ്ങോട്ട് പോവാവോ? ഇതെന്നെ അവരോട് പറഞ്ഞേക്കാനുള്ള തന്റെ അടവല്ലേ? അയ്യോ അല്ല സാർ, എനിക്ക് ശരിക്കും മനസ്സിൽ തോന്നിയിട്ടാ. സാർ ഒന്ന് പോയി നോക്കൂ സാർ. എടോ, അത് പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സാറ് പോയി നോക്കിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, പത്മ മാഡത്തിനെ വിട്. യതീന്ദ്രൻ സാർ കൂടെയില്ലേ? എന്തേലും പറ്റിയാ? ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവർക്ക് സെക്യൂരിറ്റി പോണോ? എന്നിട്ട് അമ്പലത്തിൽ പോയി ചടങ്ങുകൾ നടക്കുമ്പോ മസിലും പിരിപ്പിച്ച് കാവൽക്കാരനായിട്ട് നിൽക്കണോ? അത് വേണോ? അതല്ല സാർ, ഒന്ന് പോയി നോക്കിയാ മതി. ഒരു കുഴപ്പമില്ലെങ്കിൽ സാർ അപ്പൊ തന്നെ തിരിച്ചു പോന്നോ. സാർ, സാർ പ്ലീസ്. എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് സാർ. അതാ എനിക്ക് ധൈര്യമില്ലാത്തത്. സാർ പറയുന്ന ഒന്ന് കേൾക്കൂ. ശരി, എന്നാ ഞാൻ പോയി നോക്കാം. താൻ ആ താക്കോൽ എടുത്തിട്ട് വാ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ? എന്താ? ഞാനും വരട്ടെ?